Hello children, welcome to Kids Area Online. STD 2 രണ്ടാം ക്ലാസ്സിന് നാളെ ഇംഗ്ലീഷാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടീച്ചർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. അത് നിങ്ങൾക്ക് എക്സാമിന് ഒത്തിരി പ്രയോജനം ചെയ്യും. ഓക്കെ, അതിനു മുൻപ് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുവാണ്. സെക്കൻഡ് ടൈം ക്ലാസ് ഇപ്പോൾ കഴിയുന്നുണ്ട്, എക്സാമോടുകൂടി കഴിയുന്നുണ്ട്. തേർഡ് ടൈം ക്രിസ്മസ് കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നാളെ നമ്മൾ പഠിച്ചിട്ട് പോകേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ്, എന്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ചോദിക്കുന്നുണ്ടാവും. പിക്ചർ നൽകിയ ശേഷം ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ചോദിക്കുന്നുണ്ടാകാം. അത് നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പിക്ചർ തന്നാൽ എങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതണം എന്നുള്ളത്. തോട്ട്സ്, ചിന്തകൾ എന്തൊക്കെയായിരിക്കാം. അമ്മക്കുരുവി എന്ത് ചിന്തിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തിന് ബേസ് ഏത് തീമാണോ ബേസ് ചെയ്തിട്ടുള്ളത് ആ സ്റ്റോറിയിൽ വരുന്ന തോട്ട്സ് ആയിരിക്കും. കോൺവെർസേഷൻ സംഭാഷണം ഉണ്ടാവും. ആഡ് മോർ ലൈൻസ്, വരികൾ കൂട്ടിച്ചേർക്കാനുണ്ടാകും. കറക്റ്റ് ഓർഡർ ഓഫ് സെന്റൻസ് പിക്ചർ നൽകിയിരിക്കും, അതിനെ സെന്റൻസ് കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക. ആൽഫബറ്റ് ഓർഡറിൽ എഴുതുക. അനിമൽ സൗണ്ട് ഉണ്ടാവും. പസിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിൽ നിന്നും 5 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്നും വരുന്ന 5 ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിനായിട്ട് ഉണ്ടാവുക. ആഡ് മോർ ലൈൻസും കോൺവെർസേഷനും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഒത്തിരി തവണ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഓർഡർ ഓഫ് സെന്റൻസ്, അനിമൽ സൗണ്ട്സ്, പസിൽ, ഇതൊക്കെ ക്ലാസ് ബേസ്ഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ ചിൽഡ്രൻ, നോക്കി ഇവർ ആരൊക്കെയാണ്? ലയൺ, ഇതാരാ? എലിഫന്റ്, ഇതാരാ? ക്യാറ്റ്, ഇതാരാണ്? ഫോക്സ്, കൗ, ഹോഴ്സ്. അപ്പോൾ അവരെക്കുറിച്ച് അവർ പറയുന്നതായിട്ട് എഴുതുക. ഇവിടെ ലയൺ പറയുന്നുണ്ട്, ഐ ആം എ ലയൺ, ഞാനൊരു സിംഹമാണ്. ഐ ക്യാൻ റോർ, ഞാൻ അലറും എന്ന് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഓരോ മൃഗങ്ങളും എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓരോരുത്തരും അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ലയൺ പറയാണ്, ഐ ആം എ ലയൺ, ഐ ക്യാൻ റോർ, ഞാൻ സിംഹമാണ്, ഞാൻ അലറും. എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതിയാകും. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. എലിഫന്റ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഐ ആം ആൻ എലിഫന്റ്, ഐ ആം ആൻ എലിഫന്റ്. ഐ ക്യാൻ, ഞാൻ എന്ത് ചെയ്യും? ട്രംപറ്റ്. എലിഫന്റ് എന്താ ചെയ്യുക? ട്രംപറ്റ്, ചിഹ്നം വിളിക്കുക. ട്രംപറ്റ്, ഐ ക്യാൻ ട്രംപറ്റ്. ട്രംപറ്റ് ചെയ്യുന്നത് ആരാണ്? എലിഫന്റ് ആണ് കേട്ടോ, തെറ്റിപ്പോവല്ലേ. ട്രംപറ്റ് ചെയ്യുന്നത് ആരാ? എലിഫന്റ്. ഐ ആം ആൻ എലിഫന്റ്, ഐ ക്യാൻ ട്രംപറ്റ്. ഓക്കെ, ക്യാറ്റ് എന്താ ചെയ്യുക? ക്യാറ്റ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഐ ആം എ ക്യാറ്റ്, ഐ ക്യാൻ മ്യൂ. ഐ ആം എ ക്യാറ്റ്, ഐ ക്യാൻ മ്യൂ. ഫോക്സ് എന്താ ചെയ്യുക? കൂവല്ലേ. അതിനെന്താ പറയുക? ഐ ആം എ ഫോക്സ്, ഐ ക്യാൻ ഹൗൾ. കൂകി വിളിക്കും. ഐ ആം എ ഫോക്സ്, ഞാനൊരു ഫോക്സ് ആണ്, ഞാനൊരു കുറുക്കനാണ്. ഐ ക്യാൻ ഹൗൾ, ഞാൻ ഹൗൾ ചെയ്യും, എനിക്ക് ഹൗൾ ചെയ്യാൻ കഴിയും എന്ന് ഫോക്സ് പറയും. കൗ അങ്ങനെയാണെങ്കിൽ എന്ത് പറയുമായിരിക്കും? കൗ എങ്ങനെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഐ ആം എ കൗ, ഞാൻ പശുവാണ്. ഐ ക്യാൻ മൂ, ഞാൻ മൂന്ന് എനിക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയും. ഹോഴ്സ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? ഐ ആം എ ഹോഴ്സ്, ഐ ക്യാൻ നെയ്. ഐ ആം എ ഹോഴ്സ്, ഐ ക്യാൻ നെയ്. നെയ് എന്ന് ശബ്ദം ഉണ്ടാക്കാനാണ് ഹോഴ്സിന് കഴിയുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ റോർ ചെയ്യുന്നത് ആരാ? റോർ ലയൺ, ട്രംപറ്റ് എലിഫന്റ്, മ്യൂ ക്യാറ്റ്, ഹൗൾ ഫോക്സ്, മൂ കൗ, നെയ് ഹോഴ്സ്. തെറ്റില്ലല്ലോ ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് നോക്കാം. ഓരോ
ആനിമൽസിൻ്റെയും സൗണ്ട്സ് ആണ്. കൗ എന്താ ചെയ്യുക? മൂ മൂ. ഡോഗിന്റെ സൗണ്ട് എങ്ങനെയാ? ബൗ ബൗ. കാറ്റ്സ് എന്താ ചെയ്യുക? മ്യൂ മ്യൂ. ഡക്സിന്റെ സൗണ്ട് എങ്ങനെയാ? ക്വാക്ക് ക്വാക്ക്. പിഗിന്റെ സൗണ്ട് ആണ് ഓയിങ്ക് ഓയിങ്ക്. ഡോങ്കി ബ്രേ ബ്രേ. ഹോഴ്സ് നെയ് നെയ്. അതുപോലെ ലയൺ ലയൺ എന്താ ചെയ്യാ? റോ റോ. ക്രോ എന്താ ചെയ്യാ? കാ കാ. സ്ക്യൂക്ക് സ്ക്യൂക്ക് ആരുടെ സൗണ്ട് ആണ്? മൈസ് എലിയുടെ കേട്ടോ. മങ്കി ചാറ്റർ ആണ്. മങ്കി ചാറ്റർ ആണ്. ഷീപ്പ് ബ്ലീറ്റ് ബ്ലീറ്റ്. ഫ്രോഗ് ക്രോ ക്രോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൗണ്ട്സ് ഓർമ്മയുണ്ടല്ലോ. ഓരോ ആനിമൽസിന്റെ സൗണ്ട്സ് ഓർമ്മയിരിക്കുമല്ലോ. ഓർമ്മയിരിക്കും. ഇവിടെ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എടുത്തെഴുതണം. കറക്റ്റ് ആയിട്ടുള്ള വേർഡ് എടുത്തെഴുതണം. ക്രോളിംഗ്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ ഇഴയുക. ജമ്പിങ് എന്ന് പറഞ്ഞാൽ ചാടുക. ഫ്ലൈയിങ് എന്ന് പറഞ്ഞാൽ പറക്കുക. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുക. ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാടി ചാടി പോവുക. ഓക്കെ, അപ്പോൾ ഇത് ആരൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയണം. ദ പാരറ്റ്സ് ആർ, തത്തകൾ എന്ത് ചെയ്യുന്നു? പാരറ്റ്സ് ആർ ഫ്ലൈയിങ്. പാരറ്റ്സ് ആർ ഫ്ലൈയിങ്. പാരറ്റ്സ് എന്താ ചെയ്യുന്നത്? പറക്കുന്നു. തത്തകൾ പറക്കുന്നു. പറക്കുന്നു എന്നതിന് എന്ത് എഴുതണം? ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ്, ദ പാരറ്റ്സ് ആർ ഫ്ലൈയിങ്, ദ ക്രോസ് ആർ ഫ്ലൈയിങ്. പക്ഷികളാണെങ്കിൽ എന്താ ചെയ്യുക? ഫ്ലൈയിങ്, പറക്കും. ദ എലിഫന്റ്സ് ആർ, ആനകൾ എന്താ ചെയ്യുക? ആനകൾ തീ കണ്ടു അല്ലേ? തീയുടെ പുക കണ്ടു. ആനകൾ എന്ത് ചെയ്യുന്നു? നടന്നാണ് പോവുക. വാക്കിംഗ്. ദ എലിഫന്റ്സ് ആർ വാക്കിംഗ്. എലിഫന്റ്സ് നടക്കുന്നു. ദ സ്നേക്ക് ഈസ്, പാമ്പ് എന്താ ചെയ്ത് പോവാ? ക്രോളിംഗ്, ഇഴഞ്ഞു പോയി. ദ സ്നാക്ക് ഈസ് ക്രോളിംഗ്. ദ മങ്കീസ് ആർ, കുരങ്ങന്മാർ എന്ത് ചെയ്തു? ജമ്പിങ്, ചാടിച്ചാടിപ്പോയി. ജമ്പിങ്. ദ റാബിറ്റ് ഈസ്, റാബിറ്റ് ജമ്പ് ചെയ്യോ? വലുതായിട്ട് ചാടുവോ? ഇല്ല, ചെറിയ ചെറിയ ചാട്ടോ അല്ലേ, അതാണ് ഹോപ്പിംഗ്. ദ റാബിറ്റ് ഈസ് ഹോപ്പിംഗ്. തെറ്റില്ലല്ലോ. പാരറ്റ്സ് ആർ ഫ്ലൈയിങ്, എലിഫന്റ്സ് ആർ വാക്കിംഗ്, സ്നാക്ക് ഈസ് ക്രോളിംഗ്, മങ്കീസ് ആർ ജമ്പിങ്, റാബിറ്റ് ഈസ് ഹോപ്പിംഗ്. അപ്പൊ ഇങ്ങനെ ഇത് എടുത്തെഴുതാൻ ചോദിച്ചാൽ തെറ്റാതെ എഴുതുമല്ലോ. ഓക്കെ, അടുത്ത് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള മറ്റൊന്നാണ്. പിക്ചർ നൽകിയിരിക്കും, കറക്റ്റ് സെന്റൻസ് എടുത്തെഴുതുക എന്നുള്ളതാണ്. ദ ബേർഡ്സ് ആർ പീപ്പിംഗ് ഔട്ട് ഓഫ് ദ നെസ്റ്റ്. അതേതാണ്? ദാ ഇവിടെയാണ് അല്ലേ, അതാണ് ഒന്നാമത് വരിക. ദ ബേർഡ്സ് ആർ പീപ്പിംഗ് ഔട്ട് ഓഫ് ദ നെസ്റ്റ്. രണ്ടാമത് എന്താ വരിക? ദ മദർ സ്പാരോ ഇസ് പ്ലക്കിംഗ് എ ബഞ്ച് ഓഫ് ചെറീസ്. ദാ നോക്കി, ഇതാണ് രണ്ടാമത് വരിക. ദ മദർ സ്പാരോ ഈസ് പ്ലക്കിംഗ്. പ്ലക്കിംഗ് എന്ന് പറഞ്ഞാൽ കൊത്തിയെടുക്കുക, പ്ലക്കിംഗ് കേട്ടോ. എ ബഞ്ച് ഓഫ് ചെറീസ്, ബഞ്ച് ഓഫ് ചെറീസ് കൊത്തിയെടുത്തു. എന്നിട്ടോ മൂന്നാമത് എന്താ? സ്മോക്ക് ഈസ് റൈസിങ് അറ്റ് എ ഡിസ്റ്റൻസ്. അപ്പോൾ പുക കണ്ടു. സ്മോക്ക് ഈസ് റൈസിങ് അറ്റ് എ ഡിസ്റ്റൻസ്. ലാസ്റ്റ് എന്താണ്? ദ ഫയർ ഈസ് ഈറ്റിംഗ് അപ്പ് ദ നീം ട്രീ. ദ ഫയർ ഈസ് ഈറ്റിംഗ് അപ്പ് ദ നീം ട്രീ. നാലാമത് വരുന്നത് അതാണ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് കുഞ്ഞിക്കുരുവികൾ കരയുന്നതാണ്. രണ്ടാമത് അമ്മക്കുരുവി ചെറിയെടുക്കാൻ പോയതാണ്. അമ്മക്കുരുവി പുക കാണുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ എന്താണ്? നീം ട്രീയെ ഫയർ വിഴുങ്ങാൻ പോവുകയാണ്. ഇതാണ് കാണുന്നത്. കറക്റ്റ് ഓർഡർ അറിയാലോ? അറിയാം. വിൻഡ് എന്താ ചെയ്യുന്നത്? വിൻഡ് ഇതാ ഇവിടെ നോക്കി, ഇവിടെ കുറച്ച് സെന്റൻസ് നൽകിയിട്ടുണ്ട്. ആ സെന്റൻസ് കറക്റ്റായിട്ട് ഇവിടെ എഴുതണം. വിൻഡ് എന്താണ് പറഞ്ഞത്? വിൻഡ് ഐ വിൽ ബ്രിങ് മൈ ഫ്രണ്ട് സൂൺ. ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവരാം. ഐ വിൽ ബ്രിങ് മൈ ഫ്രണ്ട് സൂൺ. ഫയർ എന്താണ് പറഞ്ഞത്? സോറി ഐ കനോട്ട് സ്റ്റോപ്പ് ബേണിംഗ്. എനിക്ക് ആ തീ നിർത്താനായിട്ട് കഴിയത്തില്ല അല്ലേ, ഫയർ പറഞ്ഞു. ഈഗിൾ എന്താ വിളിച്ചു പറഞ്ഞത്? ഫയർ 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 എന്ന് വിളിച്ചു പറഞ്ഞത് ആരാ? ഈഗിൾ. വി ആർ ഹംഗ്രി, വിശക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ലിറ്റിൽ സ്പാരോസ്. വി ആർ ഹംഗ്രി, വിശക്കുന്നു എന്ന് പറഞ്ഞത് ആരാ? ലിറ്റിൽ സ്പാരോസ്. ഓ ഫയർ ഈറ്റ് മീ, ലീവ് ദ ലിറ്റിൽ വൺ. എന്നെ കഴിക്കൂ, ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിടൂ എന്ന് പറഞ്ഞത് ആരാ? നീം ട്രീ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ, എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞത് ആരാ? മദർ സ്പാരോ. ദ വിൻഡ് ബ്രോട്ട് അസ് ഹിയർ, ഞങ്ങളെ കൊണ്ടുവന്നത് കാറ്റാണ്, ഞങ്ങളിവിടെ കൊണ്ടുവന്നത് കാറ്റാണ് എന്ന് പറഞ്ഞത് ആരാ? ക്ലൗഡ്സ്, മേഘങ്ങൾ. അപ്പോൾ ഈ ഡയലോഗ്സ് ആരാണ് പറഞ്ഞത് എന്ന് എടുത്തെഴുതാനാണ്. ഐ വിൽ ബ്രിങ് മൈ ഫ്രണ്ട് സൂൺ എന്ന് പറഞ്ഞത് ആരാ? ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയത് ആരാ? വിൻഡ്. സോറി ഐ കനോട്ട് സ്റ്റോപ്പ് ബേണിംഗ്, എനിക്ക് കത്താതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് ആരാ? ഫയർ. ഫയർ ഫയർ എന്ന് വിളിച്ച് പറഞ്ഞത് ആരാ? ഈഗിൾ, പരുന്ത്. വി ആർ ഹംഗ്രി എന്ന് പറഞ്ഞത് ലിറ്റിൽ സ്പാരോ. ഓ ഫയർ ഈറ്റ് മീ, ലീവ് ദ ലിറ്റിൽ വൺ.
തീയെ എന്നെ വിഴുങ്ങിക്കോളൂ, ഈ കുഞ്ഞുങ്ങളെ വെറുതെ വിടുമെന്ന് പറഞ്ഞതാരാ? നീം ട്രീ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് മൈ ചിൽഡ്രൻ, എന്നെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞതാരാ? മദർ സ്പാരോ. ദ വിൻഡ് ബ്രോട്ട് അസ് ഹിയർ, കാറ്റാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതാരാ? ക്ലൗഡാണ്. തെറ്റില്ലല്ലോ. ഇനി ഡൊമസ്റ്റിക് അനിമൽസും വൈൽഡ് അനിമൽസും എഴുതാൻ പറയും. ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ്. ഡൊമസ്റ്റിക് അനിമൽസ് ഏതൊക്കെയാണ്? കൗ, ഗോട്ട്, കാറ്റ്, ഡോഗ്, ബുൾ, ഹോഴ്സ്, ബഫലോ, ഷീപ്പ്. വീട്ടിൽ വളർത്തുന്നവയാണ് ഡൊമസ്റ്റിക് അനിമൽസ്. നമ്മൾ ഓമനിച്ച് വീട്ടിൽ വളർത്തുന്ന എന്താ പറയുക? ഡൊമസ്റ്റിക് അനിമൽസ്. കാട്ടിലുള്ള മൃഗങ്ങൾ എന്താ പറയുക? വൈൽഡ് അനിമൽസ്. ലയൺ, ബെയർ, ഫോക്സ്, എലിഫന്റ്, ഹോഴ്സ്, ടൈഗർ, റാബിറ്റ്, ഇതെല്ലാം വൈൽഡ് അനിമൽസ് ആണ്. അപ്പോൾ ഡൊമസ്റ്റിക് അനിമൽസ് മനസ്സിലായല്ലോ, വൈൽഡ് അനിമൽസ് മനസ്സിലായല്ലോ. ഡൊമസ്റ്റിക് അനിമൽസിന് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾ, വൈൽഡ് അനിമൽസ് കാട്ടിലെ മൃഗങ്ങൾ. തിരിച്ചെഴുതാനായിട്ട് അറിയാലോ. ബോക്സിൽ തന്നിരുന്നാൽ ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ് പട്ടികയിലാക്കാൻ അറിയാലോ. ഓക്കെ. വൈൽഡ് അനിമലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഒരു വൈൽഡ് അനിമലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? ഒരു ഡൊമസ്റ്റിക് അനിമലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം? ഇവിടെ ടൈഗറിനെ കുറിച്ച് എഴുതണം. ഐ ആം എ ടൈഗർ, ഐ ലീവ് ഇൻ ഫോറസ്റ്റ്, ഞാനൊരു ടൈഗറാണ്. ഐ ലീവ് ഇൻ ഫോറസ്റ്റ്, ഞാൻ കാട്ടിലാണ് ജീവിക്കുന്നത്. ഐ ആം എ വൈൽഡ് അനിമൽ, ഞാനൊരു കാട്ടുമൃഗമാണ്. ഐ ഹണ്ട് അതർ അനിമൽസ് ആൻഡ് ഈറ്റ് ദെയർ ഫ്ലഷ്, ഞാൻ മറ്റുള്ള മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്നു. ഐ ഹണ്ട്, ഞാൻ വേട്ടയാടുന്നു. അതർ അനിമൽസ്, മറ്റുള്ള മൃഗങ്ങളെ. ആൻഡ് ഈറ്റ് ദെയർ ഫ്ലഷ്, അവരുടെ മാംസം ഞാൻ കഴിക്കുന്നു. ഒരു ഡൊമസ്റ്റിക് അനിമൽസിനെ കുറിച്ച്, ഒരു ഡൊമസ്റ്റിക് അനിമലിനെ എഴുതാൻ പറഞ്ഞാലോ, കൗവിനെ കുറിച്ച് എഴുതാം. ഐ ലൈക്ക് കൗ, ഇറ്റ് ഈസ് എ ഡൊമസ്റ്റിക് അനിമൽ, ഇറ്റ് ഗീവ്സ് മിൽക്ക്. ഐ ലൈക്ക് മിൽക്ക് വെരി മച്ച്, കൗ ഈറ്റ്സ് ഗ്രാസ്. ഓക്കെ, ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ. വൈൽഡ് അനിമലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ എഴുതണം, ഒരു ഡൊമസ്റ്റിക് അനിമലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലും എഴുതണം. അറേഞ്ച് ദ നെയിംസ് ഓഫ് ദ അനിമൽസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ആൽഫബറ്റിക് ഓർഡറിൽ എഴുതുക. എങ്ങനെയാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക? ആൽഫബറ്റ്സ് എങ്ങനെയാ പറയുക? എ ബി സി ഡി ഇ എഫ് ജി. അപ്പോൾ എ ആണല്ലേ ആദ്യം വന്നത്. എയിൽ തുടങ്ങുന്ന വാക്കുണ്ടോ എന്ന് നോക്കുക. എയിൽ തുടങ്ങുന്ന ഒരു വാക്കുകളും ഇല്ല. എയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡും ഇല്ല. അപ്പോൾ അടുത്ത ലെറ്റർ നോക്കുക. എ കഴിഞ്ഞാൽ ബി. ബിയിൽ തുടങ്ങുന്ന ഏതെങ്കിലും വേർഡ് ഉണ്ടോ എന്ന് നോക്കുക. ബെയർ, ബെയർ ആദ്യം എഴുതുക. ഇനി ബിയിൽ തുടങ്ങുന്ന വേറെ വേർഡ് ഉണ്ടോ എന്ന് നോക്കുക. ബുൾ, ബുൾ അടുത്തെഴുതുക. അപ്പോൾ ആദ്യത്തെ അക്ഷരം ഒരുപോലെ വന്നാൽ എന്ത് ചെയ്യണം? രണ്ടാമത്തെ അക്ഷരം നിങ്ങൾ നോക്കുക. ഇ ആണ് ആദ്യം വരുന്നത്, യു രണ്ടാമതാണ്. അപ്പോൾ ബെയർ, ബുൾ. അടുത്ത് ബി കഴിഞ്ഞാൽ സി, സി കാറ്റ്. അടുത്ത് ഡി, ഡിയിൽ തുടങ്ങുന്ന വാക്കുകളൊന്നുമില്ല. അടുത്ത് ഇയിൽ തുടങ്ങുന്ന വാക്ക് എലിഫന്റ്. അങ്ങനെ ആൽഫബറ്റ് ഓർഡർ, അക്ഷരമാല ക്രമത്തിൽ എഴുതുന്നതാണ് ആൽഫബറ്റിക്കൽ ഓർഡർ എന്ന് പറയുക. ഓക്കെ, അങ്ങനെ എഴുതാനായിട്ട് തെറ്റാതെ എഴുതുമല്ലോ. എഴുതും. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഹിറ്റിംഗ്, ബൈറ്റിംഗ്, കിക്കിംഗ്, ബട്ടിംഗ്, ത്രോയിങ്. ലയൺ ഈസ് എന്താ ചെയ്യുന്നേ? ഹിറ്റിംഗ് ദ എലിഫന്റ്, ഇടിക്കുന്നു. ലയൺ ഈസ് ഹിറ്റിംഗ്. ലയൺ എന്താ ചെയ്തേ? ഹിറ്റിംഗ്. തെറ്റരുത്. ലയൺ ഈസ് ഹിറ്റിംഗ്. ദ ടൈഗർ ഈസ് ബൈറ്റിംഗ്. ദ ടൈഗർ ഈസ് ബൈറ്റിംഗ്, കടിക്കുകയാണ്. ദ ടൈഗർ ഈസ് ബൈറ്റിംഗ് ദ ലയൺ. ഹോഴ്സ് എന്താ ചെയ്തേ? ഹോഴ്സ് ഈസ് കിക്കിംഗ്, തൊഴിച്ചു. ദ ഹോഴ്സ് ഈസ് കിക്കിംഗ് ദ ബുൾ. ദ ഹോഴ്സ് ഈസ് കിക്കിംഗ് ദ ബുൾ. ദ ബുൾ ഈസ് ബട്ടിംഗ് ദ ജിറാഫ്, കൊമ്പുകൊണ്ട് കുത്തി, കൊമ്പുകൊണ്ട് ഇടിച്ചു. ദ ബുൾ ഈസ് ബട്ടിംഗ് ദ ജിറാഫ്. ദ ഫോക്സ് ഈസ് ത്രോയിങ് ദ കാറ്റ്. ഫോക്സ് എന്ത് ചെയ്തു? കാറ്റിനെ എറിഞ്ഞു. ത്രോയിങ്, എറിഞ്ഞു. അപ്പോൾ ഹിറ്റിംഗ്, ബിറ്റിംഗ്, കിക്കിംഗ്, ബട്ടിംഗ്, ത്രോയിങ്, ഇത്രയും തന്നാൽ ഓരോ അനിമലും ചെയ്തതെന്താണ് എന്ന് ചോദിക്കും. ലയൺ എന്താ ചെയ്യുന്നേ? ഹിറ്റിംഗ്. ടൈഗർ എന്താ ചെയ്യുന്നേ? ബൈറ്റിംഗ്. ഹോഴ്സ് എന്താ ചെയ്യുന്നേ? കിക്കിംഗ്. നിങ്ങൾ എടുത്തെഴുതിയാൽ മാത്രം മതി കേട്ടോ. ബുൾ എന്താണ് ചെയ്യുന്നത്? ബട്ടിംഗ്. ഫോക്സ് എന്താ ചെയ്യുന്നേ? ത്രോയിങ്. തെറ്റില്ലല്ലോ? തെറ്റില്ല. രാജാവ് എന്താണ്? പൂച്ചയിൽ ഓക്കെയാണ്, ഹാപ്പിയാണ്. അപ്പോൾ പൂച്ച എങ്ങനെയാണ് വിജയിച്ചതെന്ന് രാജാവിന് അറിയാൻ ആഗ്രഹം. അപ്പോൾ രാജാവ് ആരോട് ചോദിച്ചു?
പൂച്ചയോട് ചോദിച്ചു. അപ്പോൾ പൂച്ച എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആദ്യം എന്താ സംഭവിച്ചേ? ദ എലിഫന്റ് വാസ് ബിഗ്. ആന വലുതാണ് അല്ലേ? ദ എലിഫന്റ് വാസ് ബിഗ് ബട്ട് ദ ലയൺ ബീറ്റ് ഹിം. പക്ഷേ എന്ത് ചെയ്തു? ലയൺ തോൽപ്പിച്ചു. ദ ലയൺ വാസ് സ്ട്രോങ്. എലിഫന്റ് ബിഗ് ആയിരുന്നു, ലയൺ സ്ട്രോങ് ആയിരുന്നു. ബട്ട് ദ ടൈഗർ ബീറ്റ് ഹിം. പക്ഷെ ടൈഗർ അടിച്ചു. ടൈഗർ വാസ് ബ്രേവ്. ടൈഗർ നല്ല ബ്രേവ് ആണ്, ബുദ്ധി ഓടിക്കുന്നതാണ്. ബട്ട് ദ ബെയർ ബീറ്റ് ഹിം. പക്ഷെ ബെയർ കരടി എന്ത് ചെയ്തു? തോൽപ്പിച്ചു. ദ ബെയർ വാസ് ഫാറ്റ്. ബെയർ നല്ല തടിച്ചിട്ടാണ്. ബട്ട് ദ ജിറാഫ് കിക്ഡ് ഹിം. ജിറാഫ് എന്ത് ചെയ്തു? കിക്ഡ്, തൊഴിച്ചു. തൊഴിച്ചു തന്നെ കിക്ഡ്, ഇങ്ങനെ ചവിട്ട് അത്. ദ ജിറാഫ് വാസ് ടോൾ. ജിറാഫ് നല്ല പൊക്കമുള്ളതാണ്. ബട്ട് ദ ബുൾ ബട്ടഡ് ഹിം. പക്ഷെ ബുൾ എന്ത് ചെയ്തു? കൊമ്പ് കൊണ്ട് കുത്തി. ദ ബുൾ വാസ് സ്മാർട്ട്. പക്ഷെ ബുൾ നല്ല സ്മാർട്ടാണ്. ബട്ട് ദ ഹോഴ്സ് കിക്ഡ് ഹിം. ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തൊഴിച്ചു. ദ ഹോഴ്സ് വാസ് ഫാസ്റ്റ്. ഹോഴ്സ് നല്ല വേഗതയുള്ളതാണ്. ബട്ട് ദ ഫോക്സ് ബിറ്റ് ഹിം. ദ ഫോക്സ് വാസ് കണ്ണിങ്. സൂത്രശാലിയാണ് ഫോക്സ്. ബട്ട് ഐ ചലഞ്ച് ദ ഫോക്സ്. പക്ഷെ ഞാൻ ഫോക്സിനെ ചലഞ്ച് ചെയ്തു. ഐ വാസ് സ്മോൾ. ഞാൻ ചെറുതാണ്. ബട്ട് ഐ വോണ്ട് ദ ഫൈറ്റ്. ചെറുതാണെങ്കിൽ ഞാൻ യുദ്ധം ജയിച്ചു. അങ്ങനെയായിരിക്കും പൂച്ച എന്ത് ചെയ്തിട്ടുണ്ടാവുക? രാജാവിനോട് പറഞ്ഞിട്ടുണ്ടാവുക. ആദ്യം വന്നതാരാ? ലയൺ. ആര് തോൽപ്പിച്ചു? ടൈഗർ. ടൈഗർ ജയിച്ചു വന്നപ്പോൾ ആര് തോൽപ്പിച്ചു? ബെയർ. ബെയർ ജയിച്ചു വന്നപ്പോൾ ആര് തോൽപ്പിച്ചു? ജിറാഫ്. ജിറാഫ് ജയിച്ചു വന്നപ്പോൾ ആര് തോൽപ്പിച്ചു? ബുൾ. ബുൾ ജയിച്ചു വന്നപ്പോൾ ആര് തോൽപ്പിച്ചു? ഹോഴ്സ്. ഹോഴ്സ് ജയിച്ചു വന്നപ്പോൾ ആര് തോൽപ്പിച്ചു? ഫോക്സ്. ഫോക്സ് ജയിച്ചു വന്നപ്പോൾ ആര് തോൽപ്പിച്ചു? ക്യാറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി. ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിനെ കുറിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രൂട്ട്സിൻ്റെ പേര് പറഞ്ഞേ. ആപ്പിൾ, പ്ലം, ഓറഞ്ച്, ഗ്രേപ്പ്, മാംഗോ, ചെറി. ഇവിടെ കുറച്ച് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഫ്രൂട്ട്സിൻ്റെ നെയിം അറിയാലോ? ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഗ്രേപ്പ്, പൈനാപ്പിൾ എഴുതില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ടീച്ചറുടെ മാംഗോയെ കുറിച്ച് എഴുതുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിനെ കുറിച്ച് എഴുതാം. ഐ ലൈക്ക് മാംഗോ. ആപ്പിളാണ് ഇഷ്ടമെങ്കിൽ ഐ ലൈക്ക് ആപ്പിൾ. ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. നല്ല മധുരമാണ്. ഇറ്റ് ഈസ് വെരി സ്വീറ്റ്. മധുരമുള്ളതാണ്. ഇറ്റ് ഹാസ് മെനി വെറൈറ്റീസ്. പലതരത്തിലുള്ള മാങ്ങകളുണ്ട്. ഇറ്റ്സ് കളർ, ഷേപ്പ് ആൻഡ് ടേസ്റ്റ് ആർ ഡിഫറെൻറ്റ്. നിറം, ഷേപ്പ്, ടേസ്റ്റ് എല്ലാം വ്യത്യസ്തമാണ്. മാംഗോ ഈസ് അവർ നാഷണൽ ഫ്രൂട്ട്. മാംഗോ ഈസ് അവർ നാഷണൽ ഫ്രൂട്ട്. നമ്മുടെ ദേശീയ പഴമാണ് മാംഗോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടിനെ കുറിച്ച് ഇതുപോലെ എഴുതാം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തെറ്റാതെ എഴുതുമല്ലോ. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.